വെൽക്കം ബാക്ക് കുഞ്ചൂസ് ഡ്രീം വേൾഡ് വിത്ത് വിജിൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, ഞാൻ ആട്ടം പോയതിനു ശേഷം അതിൻ്റെ ഒരു വാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിത്ത് വിജിൽ. അപ്പോൾ ഏട്ടനില്ലാണ്ട് എന്താഘോഷമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ കഴിക്കുന്നതല്ലേ, അത് ഞാനിന്നൊക്കെ നല്ല അടിപൊളി ഇളനീർ പുഡിങ്ങാണ്. അപ്പോൾ ഇതാ അപ്പോൾ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ, ഞാനിത് കഴിച്ചു തീർക്കട്ടെ. നമുക്ക് വേണ്ടത് ഇളനീരാണ്. ഇത് ഞാൻ ചെത്തിയെടുത്ത ഇളനീരാണ് ഇത്. പിന്നെ ചൈന ഗ്രാസ് വേണം, പാല് വേണം, പഞ്ചസാര വേണം. പഞ്ചസാര ഓപ്ഷണലാണ്, ചിലപ്പം മധുരം നോക്കിയിട്ട്. പിന്നെ മിൽക്ക് മെയ്ഡും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, 1 കവർ പാല്. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം കേട്ടോ, അത് ഞാൻ പാലിൻ്റെ കവറിൽ തന്നെ ഒന്ന് കുലുക്കി എടുത്തിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ പാത്രം മാറ്റി വെക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. ചൈന ഗ്രാസ് പൊടി, ജലാറ്റിൻ്റെ ആ സംഭവം ഉണ്ട്, അതാണ് കറിയില്ല യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ ഉണ്ടാവും. ഇതൊന്ന് ചെറുതായിട്ട് കൈവച്ച് ഞാൻ നുറുക്കി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ചെറിയ പീസാക്കി വെച്ച് വേഗം കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കുതിർത്ത് വെച്ചു കേട്ടോ. 1 ഗ്ലാസ് പച്ചവെള്ളമാണ്, നോർമൽ വാട്ടർ. ഒരു 15 മിനിറ്റോളം നന്നായിട്ട് കുതിർത്ത് വെച്ചു. ആ കൈവച്ച് ഞാനൊന്ന് നല്ലോണം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇളനീര് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറവായിരുന്നു കേട്ടോ, ഞാനെടുത്ത ഇളനീരിൻ്റെ വെള്ളം കുറവായിരുന്നു. കാമ്പ് അത്യാവശ്യം നല്ല കട്ടി വന്നൊരു കാമ്പുമായിരുന്നു. മധുരവും അത്യാവശ്യം കുറവായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച ഇളനീരാണ് കേട്ടോ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇളനീര് കൊത്തിയിട്ട് അതിൻ്റെ കാമ്പ് എടുത്ത് വെക്കലാണ്. അപ്പം ഞാനൊരു സ്പൂണും കൊണ്ട് എടുത്തിങ്ങനെ ചുരണ്ടി ഇടുകയാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിടുക, ഒന്നും കളയാൻ പാടില്ല, അമൂല്യമാണ്. അത്രയും നിധിയുള്ളൊരു സാധനമാണ് നമ്മൾ ഇളനീര്. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഇളനീരിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ ഈ ഒരു 3 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ഡെക്കറേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു ഷോക്ക് മാറ്റി വെച്ചതാണ്, അതവിടെ മാറ്റിയിരിക്കട്ടെ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ടില്ല, ഒന്ന് ആ ഒരു വലിയ പീസൊന്ന് ഉടഞ്ഞതുപോലെ. എന്നിട്ട് കുറച്ച് 2-3 സ്പൂണ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ കട്ടകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച ഇളനീര് വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ക്യാമറ ഇങ്ങനെ ആയത് ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ അത് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജലാറ്റിന് നമ്മൾ മെൽറ്റ് ചെയ്യുക, ജലാറ്റിനല്ല ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇളനീരും നമ്മൾ ഇപ്പുറത്തേക്ക് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇളനീരിന് മധുരം കുറവാണ് വെള്ളത്തിന്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് ജലാറ്റിനും ബോയിലായി മെൽറ്റായ ശേഷം കുറച്ച് ജലാറ്റിൻ ഞാൻ അതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ജലാറ്റിനല്ല ചൈന ഗ്രാസ് ആണ്, രണ്ടും ഒന്നായിരിക്കാൻ എനിക്കറിയില്ല. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഞാൻ ആക്കിയത്. കാരണം ഞാൻ ഈ ഒരു സ്റ്റേജ് ഞാൻ വിചാരിച്ചില്ല, ഇത് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് അതിലത്തേക്കും പുഡിങ്ങിലേക്കും ഈ ഒരു 10 ഗ്രാമിന് ചൈന ഗ്രാസ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഞാനായി ഇളനീര് വെള്ളം ചൈന ഗ്രാസും കലക്കിയതും കൂടെ ഞാൻ ഒഴിച്ചിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കേട്ടോ, അരിച്ചിട്ട് ഒഴിക്കണം. അടുത്തത് പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാലിൽ കട്ട, അതായത് പാട കെട്ടാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അടി പിടിക്കാൻ പാടില്ല, പാട കെട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. അടുത്തായിട്ട് അത് ചൂടായി
സമയത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണിത്. അപ്പം അത് ഞാൻ അതിലത്തേക്ക് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാരയും കൂടി ഇടാം നിങ്ങൾക്ക്. പക്ഷേങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി. മിൽക്ക് മെയ്ഡ് എന്തായാലും വേണം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ ഓപ്ഷനിലാണ്, പക്ഷേ മിൽക്ക് മെയ്ഡാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനെടുത്ത ഇതിൽ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത്, അതായത് ഞാൻ എടുത്തു വെച്ചത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതിൽ ഫസ്റ്റ് ഇളനീർ വെള്ളത്തിലിട്ടു, ബാക്കി ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ 1 സ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറിന്, ഒരു ഐസ്ക്രീം ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, വാനിലേൻ്റെ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇളനീരിൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിലായിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആക്കണം. നമ്മളെ വീട്ടിലെ സാധനങ്ങൾ എല്ലാം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മിൽക്ക് മെയ്ഡും അത് ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ ഇതാ ചൂടായ പാൽ ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ അതിലത്തേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചൈന ഗ്രാസിൻ്റെ ആ ഒരു ഇതും ചൂടായിരിക്കണം, പാലും ചൂടായിരിക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. രണ്ടും തണുത്ത് കഴിഞ്ഞാൽ വേഗം കട്ടയാകാൻ തുടങ്ങും. അപ്പം അത് ചൂടോടുകൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ യോജിപ്പിച്ച ശേഷം നമ്മൾ ഇളനീർ അടിച്ച് വെച്ചിട്ടുള്ള പൾപ്പില്ലേ, അതും കൂടി ഇതിലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ചെറിയൊരു തരിതരിയോടെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നന്നായിട്ട് ആ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മൾ അരച്ചതൊക്കെ ഇട്ടത്, അപ്പോൾ കട്ടായിട്ട് ഇടാൻ ചാൻസ് ഉണ്ട്. അതും റെഡിയായി മാറ്റി വെച്ചു. ഇനി നമ്മൾ ഈ ഒരു ഇളനീരിൻ്റെ സംഭവം സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് കത്തി കൊണ്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ചല്ലേ ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ അത്ര സ്ക്വയറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു. എന്തായാലും ആ ഒരു നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഈ സംഭവം. കാരണം കുറച്ചും കൂടെ ചൈന ഗ്രാസ് അതിലത്തേക്ക് ഒഴിക്കണം. ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും ആ മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാനും ആക്കാനൊക്കെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. കഴിക്കാനും കാണാനും അടിപൊളി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബൗളിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സാധനം അതിലൊന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഈ വലിയ ബൗൾ തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുക. എല്ലാവരും ട്രൈ ചെയ്യേണ്ട മസ്റ്റായിട്ടാണ്. ഞാൻ തീർന്നില്ല കേട്ടോ, അപ്പോൾ അതേറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഈ ചൂടിനും നോമ്പ് കാലത്തും ഒക്കെ അടിപൊളി പുഡിങ്ങാണ്. ചിലവൊന്നുമില്ല. വളരെ തുച്ഛമായ 200 രൂപയുണ്ടെങ്കിൽ ഒരു 10 പേർക്കുള്ള പുഡിങ് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചൊരു പുഡിങ് 80 രൂപയാണ്. കുഞ്ഞു ബൗളിൽ ഇത്ര പൊടിയുള്ളൊരു പുഡിങ്, അതിന് 80 രൂപയാണ്. ഇളനീർ പുഡിങ് തന്നെ. അങ്ങനെയുള്ളൊരു 10-20 പുഡിങ് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബൈ.